വാക്കുകൊണ്ട് പോലും ഈ അച്ഛനെയും അമ്മയും നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വന്ദനയുടെ മരണം, വന്ദന ഇല്ലാതായത് ആ അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും ദുഃഖമാണ്, നഷ്ടമാണ്. ഇപ്പോഴും കേരളം ഒന്നാകെ ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. വന്ദനാദാസ് കൊല്ലപ്പെട്ട് 1 വർഷം പൂർത്തിയാകുമ്പോഴും സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും ഉള്ളത്. വന്ദനയുടെ ഓർമ്മ ദിനത്തിൽ മൗനജാഥയും പുഷ്പാർച്ചനയും പ്രാർത്ഥനയുമായി ജീവനക്കാർ ഒത്തുകൂടുകയാണ്. കഴിഞ്ഞ മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ നടുക്കം ഇപ്പോഴും ആശുപത്രി ജീവനക്കാർക്ക് വിട്ടുമാറിയിട്ടില്ല. ഇവിടെ സ്റ്റാഫ് കൗൺസിലിന്റെ നഗരസഭയുടെ കൂടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിവിടെ രാവിലെ 8:30-ക്ക് ഇവിടുന്ന് പരിപാടി ആരംഭിക്കും. ഇവിടുന്ന് 8:30-ക്ക് ഇവിടുത്തെ ജീവനക്കാരും നഴ്സിംഗ് സ്റ്റുഡന്റിനോട് ഉൾപ്പെടുത്തി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം ട്രാഫിക്കിന്റെ അവിടെ വരെ ഒരു മൗന ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റായിട്ടുള്ളവർക്കൊരു സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ പരിപാടി. ഇത് അനുസ്മരണ യോഗം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോയിലൊരു പുഷ്പാർച്ചനയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനയുണ്ട്. വന്ദനയുടെ സ്മരണാർത്ഥം പാലിയേറ്റീവ് രോഗികൾക്ക് ജീവനക്കാരുടെ വകയായി സൗജന്യ ഭക്ഷണ വിതരണം ഒരുക്കിയിട്ടുണ്ട്. തീരാ നോവായി മാറിയ ഡോക്ടർ വന്ദനാദാസിന്റെ വിയോഗം ഒരിക്കലും നികത്താനാകാത്ത വിടവാണെന്നും സഹപ്രവർത്തകർ പറയുന്നു. ജയിലിൽ കഴിയുന്ന കൊലക്കേസ് പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് ജീവനക്കാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു ആരോഗ്യ പ്രവർത്തക, ഒരു ഡോക്ടർ സ്വന്തം ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പോലും കഴിയാത്ത കാര്യമാണ്. എന്തായാലും പ്രതിക്ക് തക്കതായ പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ നീതിക്കായി പോരാടുകയാണ് വന്ദനയുടെ അച്ഛനും അമ്മയും. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതകം, അതും സമാനമായ രീതിയിൽ എന്ന് പറയുമ്പോൾ വിഷയം ഇതല്ല, പ്രണയപ്പകയാണ്. കാരണം പ്രണയപ്പകയിൽ പൊലിഞ്ഞ ഒരുപാട് ജീവനുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടുവരുന്നു. ഇടയ്ക്കിടെ നമ്മളെ അത്തരത്തിലുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നു എന്നുള്ള ഒരു വാസ്തവം കൂടിയുണ്ട്. ഏതായാലും വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിൽ ഈ കേസിലെ വിധി ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2022-ൽ പ്രണയപ്പകയെ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടിയിരുന്നു. കേസിൽ ആകെ 73 സാക്ഷികളാണ് ഉള്ളത്. പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിൽ പ്രതികളായ 7 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രാഥമിക കുറ്റപത്രം നൽകിയതായി CBI ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികളുടെ അഭിഭാഷകർക്ക് നൽകാൻ CBIക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. മലപ്പുറം